എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക്. നാളത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ഡേ ക്യാൻഡിലാണ്, ഡേ ചാർട്ടാണ് ഞാൻ ഇപ്പം കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇന്നലെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കുന്ന ഹൊറിസോണ്ടൽ ലൈനുകൾ ഇവിടെ നമുക്ക് അറിയാം. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽസിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽസ് ആയിരുന്നു 24,450 ആ റേഞ്ച്, 64 ആ റേഞ്ച്. റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ലെവലായിരുന്നു 24,628 എന്നൊക്കെ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോവുകയും ചെയ്തു, അതുപോലെ ഡൗൺ ട്രെൻഡിലേക്ക് വരികയും ചെയ്തു. ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിലേക്ക് ഒരു റെസ്പെക്റ്റബിളായിട്ടുള്ള ഒരു ട്രേഡ് ചെയ്യുന്ന സമയങ്ങളാണ്. ഇത് നമ്മൾ ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, റെസിസ്റ്റൻസ് ലെവലിൽ പോയി മാർക്കറ്റ് ടച്ച് ആയിരിക്കുകയാണ്. അതായത് 24,624 നമ്മൾ ഈ ലെവൽ റെസിസ്റ്റൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് നല്ല ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടേക്ക് പോയിട്ടേക്കണം. നല്ലതുപോലെ ഒരു ഹൈപ്പിൽ ചെന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു പാർട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഈ ഒരു റേഞ്ചിലേക്ക് വന്നിട്ട് ഈ 24,654 ഈ സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. അതിന് ശേഷം അപ്പ് സൈഡിലേക്കൊന്ന് മൂവ് ചെയ്തതിന് ശേഷം ഡൗൺ ട്രെൻഡിലേക്ക് വന്ന് ആ ഒരു ഏരിയയിലേക്ക് ഒരു ട്രേഡ് ചെയ്ത ഒരു സമയമാണ് ഇതൊക്കെ. ഈ ഒരു ഭാഗം കുറച്ച് ട്രേഡ് ചെയ്തതിൻ്റെ പിന്നീട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരികയാണ്. ടോട്ടൽ മോർണിംഗ് തൊട്ട് തന്നെ എല്ലാ ഇൻഡെക്സുകളൊക്കെ നെഗറ്റീവിലേക്ക് പോവുകയും മാർക്കറ്റ് ഫുള്ളി ഒരു ലാസ്റ്റ് വീക്കിലെ ആ ഒരു സെൻറ്റിമെൻറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിയുന്നിടം വരെയും മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഈ റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലുകൾ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു നല്ല ട്രേഡ് എടുക്കാൻ സാധിക്കുമായിരുന്നു, അങ്ങനെ ഫോളോ ചെയ്തവർക്കൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്കിനി അടുത്തത് നാളത്തേക്ക് ഏത് ലെവൽസൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ. അതിനുവേണ്ടി നമുക്ക് ഡേ ക്യാൻഡിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ ഒരു നിയർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏതൊക്കെയാണ് ലെവൽസ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് എനിക്ക് മോസ്റ്റ് ഓഫ് നോക്കുമ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ മാർക്കറ്റിൽ ഒരു സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന ലെവൽസാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് 24,575 റേഞ്ച് ഒരു സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ആയിരിക്കും 24,596 അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ആകുകയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു രണ്ട് റെസിസ്റ്റൻസ് ലെവലാണ് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന് 24,620 അതുപോലെ തന്നെ അടുത്തൊരു ലെവലാണ് 24,675. ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി 2-3 ദിവസത്തോളം ലാസ്റ്റ് വീക്കിൽ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു റേഞ്ചിൽ ഇവിടെ നിന്ന് ഈ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന മൂവ്മെൻ്റ് ആണ് ഈ ഒരു രണ്ട് റെസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നുള്ളൊരു വ്യൂ കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിതിനകത്ത് അടുത്ത ബാങ്ക് നിഫ്റ്റിയിൽ ഏതൊക്കെ ലെവൽസാണ് ഇന്നത്തെ മാർക്കറ്റിൽ എങ്ങനെയാണ് നടന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു വലിയ ഹ്യൂജ് മൂവ് ആയിരുന്നു ഇന്ന് നടന്നിരിക്കുന്നത്. 200 പോയിൻറ്റ് ഡൗൺ ട്രെൻഡിൽ നിന്ന് മാർക്കറ്റ് അപ്പ് സൈഡിൽ 25 പോയിൻറ്റ് പ്ലസിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ തന്നെ നല്ല മാർക്കറ്റിൽ ഒരു ബൈങ് പ്രഷർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ചാർട്ടാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം, നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലുകളൊക്കെ വളരെ സപ്പോർട്ടീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ലെവൽസ് ആയിരുന്നു 55,000 to 31 ഒക്കെ ആയിരുന്നു സപ്പോർട്ടീവായിട്ട് വെച്ചിരുന്നത്. ആ ലെവൽ ക്രോസ് ചെയ്ത് മേജർ സപ്പോർട്ട് ലെവലായിട്ടുള്ള 54,970 ആ റേഞ്ചിലൊക്കെ മാർക്കറ്റ് വന്ന് അപ്സൈഡിലേക്ക് പോയിരിക്കുകയാണ്. റെസിസ്റ്റൻസ് നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ലെവൽസ് ആയിരുന്നു 55,057 ഒക്കെ ആ റേഞ്ച്. അപ്പം ഇന്ന് മാർക്കറ്റ് ആ ഒരു റേഞ്ചിലേക്കൊക്കെ പോവുകയും ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത് 55,521 ക്ലോസ് ആയിരിക്കുന്നത്. അടുത്ത് നമുക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽസിനെ കുറിച്ചാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഈ ഒരു മാർക്കറ്റ് അടുത്ത് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന ഒരു ലെവലാണ് ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നോക്കാം, 55,898, അതായത് ഒരു 55,900 ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് പോവുകയും അവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നാളെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഒരു റേഞ്ച് ആ ഒരു ഭാഗം നോക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു ക്യാൻഡിൽസിൻ്റെ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ വളരെയേറെ ട്രേഡ് ചെയ്ത ഒരു ദിവസങ്ങളാണ്. 3-4 ദിവസത്തോളം അവിടെ നല്ല പ്രഷറോടുകൂടി ട്രേഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ക്യാൻഡിലൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് അപ്സൈഡിലേക്കാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ് കിട്ടാൻ വളരെ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവൽ നമുക്ക്
റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ നാളെ ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെവൽസ് ഞാൻ ഇന്നലെ തന്നെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ലെവൽ തന്നെയാണ് 55,230 ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് ഒരു സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും മാർക്കറ്റ് ഏതൊക്കെ രീതിയിലാണ് ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ റേഞ്ച് നോക്കാം, മാർക്കറ്റ് ഓൾറെഡി ഗ്യാപ്പ് ഡൗണിലേക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡൗൺ ഒരു കുറച്ച് നേരം ട്രേഡ് ചെയ്തതിന് ശേഷം വന്ന് കണ്ട്, അതായത് ഓൾറെഡി സ്റ്റക്കായി നിന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ 9:30ക്ക് ശേഷമുള്ള ഒരു മൂവ്മെൻ്റ് ആണ് പിന്നെ ഡൗൺ ട്രെൻഡിലേക്ക് വന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് നല്ല ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വന്നതിന് ശേഷം വൺ സൈഡ് ഒരു അപ്പ് സൈഡ് മൂവ് ആയിരുന്നു വളരെയേറെ. ഈ ഒരു മൂവ്മെൻറ്റിൽ നാളെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ വന്ന് മാർക്കറ്റിൽ കുറച്ച് ഡൗൺ ആകാനും സാധ്യതയുണ്ട്. അതിനുശേഷം ഈ ഒരു റേഞ്ച് 55,470 ഒക്കെ ഒരു സപ്പോർട്ടീവായിട്ട് എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ഒരു സപ്പോർട്ടീവ് ലെവലായിട്ട് നമുക്കിത് ആക്ട് ചെയ്യുന്ന മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ലെവൽസ്. അത് ഇവിടുന്ന് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. ഈ ഒരു റേഞ്ച് സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് 55,475 ഒക്കെ. അതിനുശേഷം മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് അപ്പ് സൈഡിലേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറ്റുന്ന റേഞ്ചാണ് 55,800 തൊട്ട് 900 റേഞ്ച് വരെയുള്ള ആ ഒരു റേഞ്ച്. അപ്പോൾ ഇതുപോലത്തെ ഒരു നല്ല സപ്പോർട്ടിങ് റെസിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് പിവറ്റ് ചാർട്ട് വഴിയും നിങ്ങൾക്കതിനെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ R4 ലെവലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് കുറച്ചുകൂടെ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകാൻ വളരെ സാധ്യതയുണ്ട്. അവിടുന്ന് ഒരു R3 ലെവൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ലെവൽസ് തന്നെയാണ് അതിനകത്തും കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ചാർട്ട് അനാലിസിസ് ചെയ്യുന്നവർക്ക് ഒരു നമ്മുടെ ഒരു കൺഫർമേഷൻ അനാലിസിന് ശേഷം നമുക്ക് സപ്പോർട്ടീവായിട്ട് ഇതുപോലത്തെ ഇൻഡിക്കേറ്ററൊക്കെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മോസ്റ്റ് ഓഫ് ടൈം നിങ്ങൾ ചാർട്ടിനെ ടൈം എത്ര സ്പെൻഡ് ചെയ്യുന്ന അത്രയും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും മനസ്സിലാക്കാം. നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാതെ തന്നെയാണ് ഈ ലെവൽസൊക്കെ മാർക്ക് ചെയ്തത്, പക്ഷേ ഇൻഡിക്കേറ്റർ ലെവൽസിന് അടുത്ത് തന്നെ നമുക്കതിനെ ക്യാച്ച് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസും ഇതുപോലത്തെ കാര്യങ്ങൾ നോളജബിളായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പം ചെറിയ സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉള്ള ഷോർട്ട് വീഡിയോസ് കിട്ടുന്നുണ്ട്. അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ പിന്നീട് കാണും വരെ ബൈ ബൈ. താങ്ക് യു.